നമുക്ക് ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. എത്ര കണ്ട് സ്നേഹത്തോടെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചേറ്റെടുക്കാം. കർത്താവ് തൻ്റെ കരുണയും തൻ്റെ സ്നേഹവും തൻ്റെ സൗഖ്യവും വിടുതലും കൊണ്ട് നമ്മൾ നിറയ്ക്കുന്ന നിമിഷമാണ് ഈ ആരാധനയുടെ നിമിഷം. ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ മോളെ മോനെ നീ ആയിരിക്കുന്നത്, ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിൻ്റെ നടുവിലാകട്ടെ നീ കടന്നു പോകുന്നത്, നിന്റെ കർത്താവ്, നിന്റെ ജീവിക്കുന്നവനായ ദൈവം നിന്റെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കെല്ലാം ഇപ്പോൾ ഇറങ്ങി വരുന്ന സമയമാണ്. ഹൃദയം കൊണ്ട് കർത്താവിനോട് പറ, തമ്പുരാനെ നീ വാ, എൻ്റെ ജീവിതത്തിലേക്ക് വാ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്കും പ്രതികൂല അനുഭവങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കെല്ലാം ഇറങ്ങി വരാൻ പറ. സഖ്യവൂസിനോട് കർത്താവ് പറഞ്ഞില്ലേ, സഖ്യവൂസേ, ഞാനിന്ന് നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ വിരുന്നിനിരിക്കുമെന്ന്. ഈശോയെ, ഞങ്ങളോട് കൂടെ നീ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളോടൊപ്പം നീ ഇന്ന് വിരുന്നിനിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യമൊക്കെ ഈ നിമിഷങ്ങളിൽ നമ്മളെ ഭരിക്കട്ടെ, വലയം ചെയ്യട്ടെ. സങ്കീർത്തനം 18 അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് സഹായത്തിനായി ഞാൻ നിലവിളിച്ചു. എൻ്റെ കഷ്ടതയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ, ഞെരുക്കങ്ങളിൽ, രോഗങ്ങളിൽ, സഹനങ്ങളിൽ, തടസ്സങ്ങളിലൊക്കെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായിട്ട് അപേക്ഷിച്ചു. അതിന് പറയുകയാണ്, അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഇതാ, ഈ ആലയത്തിൽ നിന്നും കർത്താവ് നിന്റെ അപേക്ഷ, നിന്റെ നിലവിളി കേൾക്കുന്ന സമയമാണ്. സങ്കീർത്തകൻ ചെയ്തതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കും ഏതാനും നിമിഷം നിലവിളിച്ച് അപേക്ഷിക്കാം. നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്നും, നമ്മുടെ അസ്വസ്ഥതകളിൽ നിന്നും, നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ദുഃഖഭാരത്തിൽ നിന്നും നമ്മുടെ കർത്താവ് നമ്മെ കൈപിടിച്ച് ഉയർത്തട്ടെ. ആ കർത്താവ് ഈ അൾത്താരയിലുണ്ട്. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ആത്മാവ് നിങ്ങളെങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും സങ്കടങ്ങളൊക്കെ എത്ര വലുതാണോ അത്ര കണ്ട് വിശ്വാസത്തോടും സ്നേഹത്തോടും ദൈവത്തെ വിളിക്കുക. എൻ്റെ കർത്താവേ, ഇതാ നിൻ്റെ മുമ്പിൽ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ മുമ്പിൽ ഇതാ കണ്ണുനീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒത്തിരി ഹൃദയവ്യഥയുണ്ട്, വേദനയുണ്ട്, ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആരോടും പറഞ്ഞിട്ടും പങ്കുവച്ചിട്ടുമില്ലാത്ത ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുടെ നടുവിലാണ് ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ എന്തുവാകട്ടെ, മാറാ രോഗങ്ങളാകാം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകാം. നിന്റെ ഭാവി ഇരുളടഞ്ഞു പോയതിൻ്റെ സങ്കടം നിന്റെ ഉള്ളിലുണ്ടാകാം. മോളെ മോനെ, നിന്റെ ഭാവി പ്രത്യാശഭരിതമാണ്. വിശ്വസിക്ക്, നിന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ കഴിവുള്ള കർത്താവ് ഇയാൾ താരയിലുണ്ട്. ആ കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, യേശുവേ ആരാധന.
ഈശോയെ മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. തളരരുതേ മനമേ, കരങ്ങളടിച്ച് ആകുലമോ വരുതേ. ഈശോയെ പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ഈശോയെ ആകുലമോ വരുതേ. ആമേൻ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആമേൻ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച്, മോളെ, മോനെ, നിന്റെ ജീവിതത്തെ, പ്രത്യേകിച്ച് നിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഈശോയ്ക്ക് കൊടുത്ത്. കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാകാം, കുടുംബത്തിലെപ്പോഴും കലഹവും അസ്വസ്ഥതയൊക്കെ ആകാം, സന്തോഷവുമില്ല, സ്നേഹത്തിൻ്റെ മേഖലയിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റണില്ല, അപ്പനും മക്കളും തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളുണ്ടാക്കുന്ന രീതിയിൽ, ഭിന്നിച്ച് കഴിയുന്ന രീതിയിലൊക്കെയുള്ള അവസ്ഥകളിലേക്ക് എത്തി നിൽക്കുന്നു. ജീവിത പങ്കാളിയുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റണില്ല. അങ്ങനെ എന്തൊക്കെയോ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥകൾ, സാമ്പത്തിക മേഖലകൾ, വരുമാന മാർഗങ്ങളൊക്കെ വല്ലാതെ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്ത് ചെയ്തിട്ടും ഒന്ന് കൈപിടിച്ചുയർത്താൻ പറ്റണില്ല. എത്ര കണ്ട് അധ്വാനിച്ചിട്ടും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അധ്വാനിക്കുന്നതിനനുസരിച്ച് ചെലവും നഷ്ടങ്ങളൊക്കെ ആയിട്ട്, ഹോസ്പിറ്റൽ കേസുകളൊക്കെ ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. വരുമാന മാർഗങ്ങളിൽ ഉന്നതിയില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും കർത്താവേ, നീ വിശുദ്ധീകരിക്കണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ചെങ്കടലിന്റെ മുന്നിൽ നീ കരങ്ങളടിച്ച് പതറുവതോ മനമേ. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ. ചെങ്കടൽ നേരെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും. വഴികൾ തുറന്നു തരും. ചെങ്കടൽ നേരെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും. വഴികൾ തുറന്നു തരും. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പാടട്ടെ. കടന്നുപോകുന്ന എല്ലാ സങ്കടങ്ങളും തമ്പുരാന്റെ കരുണയ്ക്കായി ചേർത്ത് വെച്ച് പാടട്ടെ. ഈശോയെ,
ഞങ്ങളുടെ മനസ്സ് തളരാതിരിക്കാൻ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ. ഞങ്ങളുടെ ജീവിതം തകരാതിരിക്കാൻ നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ഈശോയെ, ഇന്നലകളിൽ നീ ഞങ്ങളോട് കാണിച്ച വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. നീ ചേർത്ത് വെച്ചല്ല നല്ല അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. തളർന്നു പോകാതെ, ഇടറിപ്പോകാതെ, വീണു പോകാതിരിക്കാൻ കർത്താവേ, നീ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ തളരുവതോ മനമേ. കരങ്ങളടിച്ച് മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ തളരുവതോ മനമേ. ആഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയും തുറന്നു തരും. ആമേൻ. ആഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയും തുറന്നു തരും. ഈശോയേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. യെസ്. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കട്ടെ. ഇതാ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയം. ഇതാ നിന്റെ കർത്താവ് ഈ അൾത്താര വിട്ട് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം. മോളെ, മോനെ, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ, കർത്താവെ, കരുതലിന്റെ ഒക്കെ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന നിമിഷങ്ങൾ. വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ, സ്നേഹത്തോടെ കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈശോയേ, ഈശോയേ, ആരാധന, ആരാധന, ആരാധന. ലോകമെമ്പാടും ഇരുന്ന് തമ്പുരാനെ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കള്, യേശുവേ, വല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്നവര്, ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് ഈ കൂട്ടായ്മയിലുണ്ട്. കർത്താവേ, നീ ഇടപെടണമേ. മാരക രോഗികളെ നീ സുഖപ്പെടുത്തണമേ. ജീവിതം തളർന്നു പോയവരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന, യേശുവേ, ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവികാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാ ദിവികാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവികാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാം. കരങ്ങൾ രണ്ടും മടിയിൽ യാചനാപൂർവം തുറന്നു വയ്ക്കാം. കരങ്ങൾ തുറന്നു വയ്ക്കുമ്പോൾ തമ്പുരാനെ, നീ തരുന്നതെന്തും
സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് ഈ തുറന്നു വെച്ച കരങ്ങൾ അർത്ഥമാക്കുന്നത്. നീ എന്ത് തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. തമ്പുരാൻ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ, സങ്കടങ്ങളും വേദനകളും സഹനങ്ങളൊക്കെ നമ്മുടെ ദൈവം അനുവദിക്കുന്നില്ലേ? അപ്പോൾ എന്ത് തന്നാലും സ്വീകരിച്ചു കൊള്ളാമെന്നുള്ള ആത്മീയ ശാന്തതയോടെ നീ കരങ്ങൾ തുറന്നു പിടിക്കുമ്പോൾ, മോനെ, നിന്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് ചേർത്ത് വെച്ചിരിക്കുന്ന സങ്കടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നീ കടന്നു പോകുന്ന, നീ നേരിട്ട് കൊണ്ടിരിക്കുന്ന, വല്ലാതെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നൊന്ന് സ്വീകരിച്ച് അപ്പോൾ അവ എടുക്കാൻ പറ്റും. നിന്റെ കുറവുള്ള കുഞ്ഞിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നൊന്ന് സ്വീകരിച്ച് നോക്കിക്കേ. ആ കുഞ്ഞിനെ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് നിനക്ക് സ്വീകരിക്കാൻ പറ്റും. നിന്റെ ജീവിത പങ്കാളിയെ ദൈവകരങ്ങളിൽ നിന്നൊന്ന് സ്വീകരിച്ച് നോക്കിക്കേ. ദൈവം നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത ഏറ്റവും വലിയ സമ്മാനമായിട്ട് നിന്റെ ജീവിത പങ്കാളിയെ കാണാൻ പറ്റും. നിന്റെ മാതാപിതാക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ച് നോക്കിക്കേ. നിനക്ക് ദൈവം തെരഞ്ഞെടുത്ത് തന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് നിന്റെ മാതാപിതാക്കളെ കാണാൻ പറ്റും. കർത്താവിൻ്റെ ആ കരുതലും ആ സ്നേഹമൊക്കെ മക്കളിതാ നമ്മോട് കൂടെയുണ്ട്. ആ തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ മാത്രമല്ല, നിന്റെ ഹൃദയം കൂടി തുറക്കാം. ഹൃദയം തുറക്കുമ്പോൾ ഹൃദയത്തിൻ്റെ തുറവി നിന്റെ ജീവിതത്തിൻ്റെ തുറവിയാണ്. തമ്പുരാന് നിന്റെ ഹൃദയത്തിൽ നീ ഇടം കൊടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ മേലാണ് നീ ഇടം കൊടുക്കുന്നത്. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും എന്നല്ലേ കർത്താവ് പറഞ്ഞത്. നീ നിന്നെ തന്നെ കർത്താവിൽ നിക്ഷേപിക്കുക, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിക്ഷേപിക്കുക. ഒരു പുതിയ ഹൃദയം കർത്താവ് നമുക്ക് തരും. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നൊരു ഹൃദയം കർത്താവ് നമുക്ക് തരും. എല്ലാവരെയും മനസ്സിലാക്കാൻ, അംഗീകരിക്കാനും പറ്റുന്നൊരു ഹൃദയ വിശാലത തമ്പുരാൻ നമുക്ക് തരും. ഹൃദയങ്ങളെ കർത്താവിന് മുമ്പിൽ തുറന്നു വയ്ക്കുക. ഹൃദയം പരിശോധിക്കുന്നവന്റെ മുമ്പിൽ ഹൃദയം തുറന്നു വയ്ക്കട്ടെ. എന്നിട്ട് നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളുണ്ടല്ലോ, സങ്കടങ്ങളുണ്ടല്ലോ, ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ നാളുകളായി കിടക്കുന്ന സ്വകാര്യ നൊമ്പരങ്ങളില്ലേ, ഇതെല്ലാം യേശുവിൻ്റെ മുമ്പിലേക്ക് ചേർത്ത് വയ്ക്കുക, ഇറക്കി വയ്ക്കുക, ആ സ്നേഹത്തിൽ സമർപ്പിക്കുക. ഈശോയെ, ഞങ്ങളുടെ ഹൃദയം വല്ലാതെ നീറുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയം വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്, ഹൃദയം വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പലരുടെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ടാകാം. തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ചിട്ട്, ഈശോയെ, നിന്റെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ ആക്കാൻ പറ. എളിമയും ശാന്തതയുള്ളൊരു ഹൃദയം തരാൻ പറ. സ്നേഹിക്കാൻ പറ്റുന്നൊരു ഹൃദയം തരാൻ പറ. മോളെ, നിന്റെ വേദനകൾ, നിന്റെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ച് ഏതാനും നിമിഷം തമ്പുരാനോട് ചേർന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാവോ? ഈശോയോട് ചേർന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, നിന്നോട് ചേർന്നിരുന്ന് ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ എന്നെ സമർപ്പിച്ച് ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ എന്നെ ചേർത്ത് വെച്ച് ഈശോയെ ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, കരുണ കാണിക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹത്തിൻ്റെ തലോടൽ എനിക്ക് തരണമേ. നിന്റെ കാരുണ്യത്തിൻ്റെ കരം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേലൊക്കെ നീ നീട്ടണമേ. ഈശോയെ, ഒത്തിരി സങ്കടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുക. ഓരോ ദിവസം കഴിയും തോറും
പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ കൂടി കൂടി വരിക. യേശുവേ, നീ എന്നെ സ്പർശിക്കണമേ, എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കണമേ, എൻ്റെ മനസ്സിനെ ശാന്തമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. തകർന്നൊരു യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻകരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി, ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻകരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. കുരിശുകളോരോന്നായി പെരുകുമ്പോൾ അവശതയാൽ ചുറ്റും നോക്കി ഞാൻ, കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടിത്തളരുമ്പോൾ, കാലക്കേടാണെന്നോതി എല്ലാരും വേഗം എന്നിൽ നിന്നകലുമ്പോൾ, നാണക്കേടിൻ്റെ നേരത്താരും തെല്ലാശ്വാസം നൽകാനില്ലതായി ക്രൂശിലേക്കൊന്നു നോക്കി ഞാൻ, ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻകരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. കർത്താവേ, ഞങ്ങളുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ട് നിന്നെ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ കണ്ണുകൾ മൂടപ്പെട്ടുവോ എന്ന് തോന്നുന്ന അനുഭവം. ഈശോയെ, ഞങ്ങളുടെ സങ്കടങ്ങൾ നിനക്കല്ലേ അറിയുള്ളൂ, ഞങ്ങളുടെ വേദനകൾ തമ്പുരാനെ നിനക്കല്ലേ അറിയൂ. ആരോടൊക്കെ പറയണമെന്നും പങ്കുവെക്കണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പിന്നെ തോന്നും, ആരോടെന്തു പറയാൻ, ആർക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും? എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ദൈവത്തിന് മാത്രമല്ലേ പറ്റൂ. ഈശോയെ, ജീവജലത്തിൻ്റെ അരുവികൾ നിന്നിൽ നിന്നാണല്ലോ പൊട്ടിപ്പുറപ്പെടുന്നത്. ഞങ്ങൾ വേറെ എവിടെ പോകാനാ? ജീവജലത്തിൻ്റെ അരുവികൾ നിന്റെ പക്കലല്ലേ, നിങ്ങൾ വേറെ എവിടെ പോകും? ഈശോയെ, ഈ മക്കളുടെ കണ്ണുനീര് നീ ഒപ്പണമേ. ഈശോയെ, ഇവിടെ സങ്കടങ്ങൾക്ക് നീ വിരാമമിടണമേ. യേശുവേ, ഇവിടെ നൊമ്പരങ്ങളുടെ മേൽ നിന്റെ സ്നേഹ സാന്നിധ്യം നീ വെളിപ്പെടുത്തണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലതുകരം നിന്റെ മേൽ നീണ്ടുവരട്ടെ. ഈശോയുടെ അനുഗ്രഹിക്കുന്ന ആശ്വസിപ്പിക്കുന്ന കരം നിന്റെ മേൽ ഈ നിമിഷം നീളട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ. സഹചരെ ഞാനെന്നും സ്നേഹിച്ചു, അവരുയരാൻ നന്നായി യത്നിച്ചു. പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു, സമയം ഞാനേറെ പങ്കിട്ടു. എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പണമില്ലാതായി, ബലമില്ലാതായി,
ഈ നിമിഷങ്ങളിൽ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം മുട്ടുകുത്തി പ്രാർത്ഥിക്കട്ടെ. വലിയ വിടുതലിനും സൗഖ്യത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. സൗഖ്യം തരുന്നതും വിടുതൽ തരുന്നതൊക്കെ നമ്മുടെ കർത്താവാണ്. നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഏത് പ്രശ്നം വരുമ്പോഴും നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ആ പ്രശ്നത്തെ കൊടുക്കുന്നു. ആ പ്രശ്നത്തിനുള്ള പരിഹാരം അനുവദിക്കുന്ന ദൈവമാണ്. ഏതെല്ലാം മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ തടസ്സങ്ങളുള്ളവരുണ്ടെങ്കിൽ ഈ നിമിഷം മുട്ടുമേൽ നിന്ന്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിലും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്ന ആ വിഷയങ്ങൾ ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവിൻ്റെ വലത് കരം ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് നീട്ടി ഈ നിമിഷം തന്നെ വിടുതൽ പ്രഖ്യാപിക്കുന്ന സമയമാണ്. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവ് ഇതാ എൻ്റെ ജോലി മേഖലയിലുള്ള തടസ്സം എടുത്തു മാറ്റുന്നു. ഇതാ എൻ്റെ കർത്താവ് എൻ്റെ പഠന മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റുന്നു. ഇതാ എൻ്റെ ദൈവം എൻ്റെ വിസ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു. ഇതാ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകളിൽ തടസ്സമായി നിൽക്കുന്നതെല്ലാം ഇതാ തമ്പുരാൻ എടുത്തു മാറ്റുന്നു. അങ്ങനെ വിശ്വാസത്തിൽ കണ്ട് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. ജോലി മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവര് ഈ ദിവസങ്ങളിൽ തന്നെ നല്ലൊരു ജോലി കർത്താവ് തരുന്നത് കണ്ട് പ്രാർത്ഥിച്ച്, വിവാഹത്തിന്റെ മേഖലയിൽ തടസ്സങ്ങളുള്ളവരുണ്ടെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ തന്നെ കർത്താവ് എൻ്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് ആ മേഖലയിലുള്ള തടസ്സങ്ങൾ തമ്പുരാൻ എടുത്തു മാറ്റുന്നത് വിശ്വാസത്തിൽ കണ്ട് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇതോടെ വിശ്വാസത്തിൽ ക്ലെയിം ചെയ്യും, എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ വരും ദിവസങ്ങളിൽ തരും. എൻ്റെ ഉദരം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും വിശ്വാസത്തിൽ. ബിസിനസ്സും വരുമാന മാർഗങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ടോ? എല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് പറ, എൻ്റെ ബിസിനസ്സിനെ കർത്താവ് ഉയർത്തും. എൻ്റെ വരുമാന മാർഗങ്ങളുടെ മേൽ തമ്പുരാന്റെ വലിയ കാരുണ്യം വെളിപ്പെടും. അങ്ങനെയോട് വിശ്വസിക്കുന്ന നീ ചോദിച്ചത് യാചിച്ചതൊക്കെ തമ്പുരാൻ തരും. അതിലുപരിയും കർത്താവ് തരും. വിശ്വസിച്ചാൽ മതി. ദൈവത്തില് പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മതി. വിറങ്ങും നിന്റെ ഹൃദയം മുടക്കി കിടക്കാതെ കർത്താവിൽ നിന്റെ ഹൃദയം ചേർത്ത് വെച്ചിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. രോഗാവസ്ഥകൾക്ക് സൗഖ്യം കിട്ടാതെ തുടരുന്നവരുണ്ടാകാം, പ്രാർത്ഥിക്കട്ടെ. ആത്മീയ മണ്ഡലങ്ങളിൽ, ആത്മീയ മേഖലകളിൽ പലവിധ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടാകാം, ഈശോ കൊടുക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ മേഖലയിൽ പ്രാർത്ഥിക്കാൻ പറ്റണില്ല, തടസ്സം. വചനം വായിക്കാൻ പറ്റണില്ല, തടസ്സം. ആത്മീയ കാര്യങ്ങൾക്ക്, ശുശ്രൂഷകൾക്ക് പോകാൻ പറ്റണില്ല, തടസ്സം. അങ്ങനെ പല ആത്മീയ മേഖലകളിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സം കർത്താവിന് കൊടുത്തിട്ട് തമ്പുരാനെ ഈ മേഖലയിലുള്ള തടസ്സം എൻ്റെ കർത്താവ് എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അങ്ങനെ വിശ്വസിക്കും. സ്നേഹിക്കാനും ക്ഷമിക്കാനൊക്കെ തടസ്സം നേരിടുന്നവരുണ്ടാകും. എളിമപ്പെടാനും വിട്ടുകൊടുക്കാനൊക്കെ തടസ്സമുള്ളവർ. ചില വിൽപ്പനകൾ, വാങ്ങലുകളൊക്കെ തടസ്സം നേരിടുന്നവരുണ്ടാകാം. ഈശോ കൊടുക്ക്. നിങ്ങളുടെ പറമ്പാണോ വിൽപ്പന തടസ്സമായിട്ട് നിൽക്കുന്നത്? പറമ്പിനെ വിശ്വാസത്തിൽ കണ്ട് കൈ ഉയർത്തിയിട്ട് എൻ്റെ കർത്താവ് ഈ പറമ്പിന്റെ വിൽപ്പനയുടെ തടസ്സം ഇതാ ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നു പറഞ്ഞങ്ങോട്ട് ക്ലെയിം ചെയ്യും. ദൈവം തരും, ദൈവം തരും, ദൈവം തരും. ജനസിസ് 22:8, ഉൽപ്പത്തി 22:8, God will provide. എൻ്റെ കർത്താവ് തരും, എൻ്റെ ദൈവം തരും.
അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തോടെ മുട്ടുമേലായിരുന്നു കൊണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൗരോഹിത്യത്തിൽ കർത്താവ് എനിക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വേണ്ടി വിടുതൽ പ്രാർത്ഥന നടത്തുന്ന സമയമാണ്. നിങ്ങളത് വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ വിഷയങ്ങളിൽ മേലെല്ലാം ദൈവത്തിൻ്റെ അതിശക്തമായ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയമാണ്. അതുകൊണ്ട് ആശങ്കകൾ വേണ്ട, ആകുലതകൾ വേണ്ട, ഭയപ്പാടുകൾ വേണ്ട, ഏതെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. തമ്പുരാൻ ഇടപെടാൻ പറ്റുമെന്നുള്ള ആശങ്ക ഒന്നും വേണ്ട. എൻ്റെ കർത്താവ് എല്ലാറ്റിൻ്റെയും ഉപരി ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് വിശ്വസിക്കുക, എൻ്റെ കർത്താവ് എനിക്ക് എല്ലാറ്റിനും മതിയാവനാണെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ എല്ലാ മക്കളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ എളിമപ്പെട്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, അടിക്കുന്നു, ശാസിക്കുന്നു, കുരിശിൻ്റെ ചുവടിലേക്ക് വിട്ടുമാറുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ശാസിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ. എല്ലാ തടസ്സങ്ങളും അഴിയട്ടെ, എല്ലാ തടസ്സങ്ങളും, തിന്മ വിതച്ചതായ എല്ലാ തടസ്സങ്ങളും അഴിഞ്ഞു പോകട്ടെ. ഒരു അനുഗ്രഹങ്ങളെ തളർത്തുന്ന, തകർക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശു തന്റെ ജീവൻ കൊടുത്ത്, ആമേൻ, എന്നെ അവൻ വീണ്ടെടുത്തു. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ചു പാടാം. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. ആമേൻ. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നത് കാരണം മനസ്സ് വല്ലാതെ ഞെരുങ്ങുന്ന അവസ്ഥ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. പരീക്ഷയിൽ പലവട്ടം പരാജയപ്പെട്ടത് കാരണം മനസ്സ് വല്ലാതെ നേരുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് കാണുന്നുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ട് നടക്കാത്തതിൻ്റെ മാനസിക സംഘർഷത്തിൽ കഴിയുന്നവരെ കർത്താവ് കാണുന്നുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും അനേകം വർഷങ്ങളായിട്ട് ആലോചന തുടങ്ങിയിട്ടും ഒന്നും ശരിയാകാത്തതിൻ്റെ പേരിൽ വല്ലാത്ത മാനസിക വ്യഥയും നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ കർത്താവ് കാണുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മൂലം അത് മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ മക്കളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ സർവ്വാധികാരങ്ങളെയും ആധിപത്യങ്ങളെയും അവൻ്റെ നിയന്ത്രണങ്ങളെയും അവൻ്റെ തീരുമാനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ശാസിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ. ഈ മക്കൾക്ക് വിടുതലുണ്ടാകട്ടെ, സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. മനസ്സിന്റെ കെട്ടുകൾ അടിക്കണം, മനസ്സിന്റെ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, മനസ്സിന്റെ അസ്വസ്ഥതകൾ അഴിയട്ടെ, നിരാശകൾ അഴിഞ്ഞു പോകട്ടെ, ആകുലതയുടെ കെട്ടുകൾ അടിഞ്ഞു പോകട്ടെ.
ആത്മഹത്യ പ്രവണതകള് വിട്ടുമാറിപ്പോവട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവിന്റെ അടിപ്പിണരാ ആമേൻ. രോഗങ്ങളേറ്റെടുത്തു, ഈശോയേ അവനേറ്റ പീഡകളാ സൗഖ്യത്തിൻ ശക്തി പകർന്നു. യേശുവിന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങളേറ്റെടുത്തു, അവനേറ്റ പീഡകളാ സൗഖ്യത്തിൻ ശക്തി പകർന്നു. ഈശോയേ രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. യേശുവിന്റെ മരണത്തിനാൽ ഈശോയേ പാപത്തിൻ മുഖം തകർത്തു. യേശുവിന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങളേറ്റെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ തകർച്ചയെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. തകർച്ചയെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. യേശുവിന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങളേറ്റെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക. രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോക.
യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ചെറുതായിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇങ്ങനെ തട്ടിയാൽ തന്നെ തണുത്ത് വരുന്ന അവസ്ഥ, ഇങ്ങനെ തടിച്ച് പൊങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആ വിഷയത്തിൽ സൗഖ്യം നൽകി, വിടുതൽ നൽകി അനുഗ്രഹിച്ച് കഴിഞ്ഞതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത അസ്വസ്ഥതകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന, നല്ലൊരു ജോലിക്ക് വേണ്ടി മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത 6 മക്കളെ കൂട്ടായ്മയിൽ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. അതിനകത്ത് ഒരു വ്യക്തിക്ക് ജോലിയിൽ പ്രൊമോഷൻ നൽകി കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കട്ടിലിൽ എവിടെയോ കിടന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് വല്ലാത്ത മനസ്സിന് ശരീരത്തിനൊക്കെ ബലവും സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഏറ്റെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ആ സൗഖ്യം സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നിന്നെ സുഖപ്പെടുത്തുന്ന കരം ഈ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൗരോഹിത്യത്തിൽ അങ്ങ് സുഖപ്പെടുത്താൻ തന്ന അധികാരം ഉപയോഗിച്ച് ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കുന്നു. കർത്താവിടെ പ്രത്യേക നിയോഗങ്ങളെ നീ ആശീർവദിക്കണമേ. പ്രത്യേകിച്ച് രോഗാവസ്ഥയുടെ നടുവിൽ നിന്ന് വേദനിക്കുന്ന മക്കൾ, രോഗം മൂലം വല്ലാതെ വലയുന്നവർ, രോഗം മൂലം വല്ലാതെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരെ കർത്താവെ, ഈ മക്കളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗപീഠകളും യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മക്കളെ രോഗികളാക്കി മാറ്റാൻ നിനക്ക് അവകാശമില്ലെന്ന് യേശുനാമത്തിൽ പ്രഖ്യാപിക്കുന്നു. വിട്ടൊഴിഞ്ഞു പോകട്ടെ. എല്ലാ രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും അഴിഞ്ഞു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന, ആരാധന, ആരാധന. വലിയ സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. സാക്ഷ്യം പറയാൻ തക്ക വിധത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങൾ, സൗഖ്യങ്ങൾ ഈ കൂട്ടായ്മയിൽ യേശുനാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സൗഖ്യം നൽകണമേ. കർത്താവേ ഈ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ. ഈശോയെ ഈ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ആമേൻ. കർത്താവേ നിന്റെ രക്തത്താൽ കഴുകണമേ. ഈശോ ആമേൻ. യേശുവേ സകല പാപത്തിന്മകളും എന്നിൽ നിന്നകറ്റണമേ. ആമേൻ. എന്നിലുള്ള പാപത്തെ തകർത്തെറിയണമേ. രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ മനസ്സൊക്കെ ഏതാനും നിമിഷം ശാന്തമാക്കാം. തമ്പുരാൻ നൽകിയ സൗഖ്യത്തിനും വിടുതലിനൊക്കെ ഈ രാത്രികാലം നമുക്ക് നന്ദി പറയാം. കൂടുതൽ അനുഗ്രഹങ്ങൾ ഈ രാത്രികാലം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും വിശ്വസിക്കുക. കർത്താവ് കൂട്ടിച്ചേർക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. മുട്ടുകുത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശ്വര ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളെല്ലാം ചേർത്ത് വയ്ക്കണം. ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുക. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,